കെ ടി കുഞ്ഞിക്കണ്ണൻ, ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഈ ട്രസ്റ്റ് സുപ്രീം കോടതിയുടെ വിധിയെ തുടർന്ന് കേന്ദ്ര സർക്കാർ തന്നെ ഉണ്ടാക്കിയതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയുണ്ട്, സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധിയുണ്ട്, വിവിധ സംഘടനകളുടെ ഒക്കെ പ്രതിനിധികളുണ്ട്. നമ്മുടെ നാട്ടിൽ ചില ചേരികൾ വാദിക്കുന്നത് പോലെ അമ്പലങ്ങൾ ഭക്തരും സന്യാസിമാരും ചേർന്ന് നയിക്കണം എന്ന സങ്കല്പം പ്രാവർത്തികമായ ഒരു ട്രസ്റ്റായിരുന്നു അത്. അവിടെയാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ഇദ്ദേഹത്തിൻ്റെ ചമ്പത് റായിയുടെ രാജി ട്രസ്റ്റ് അംഗീകരിച്ചിരിക്കുന്നതോടുകൂടി അയോധ്യ പ്രസ്ഥാന നായകരിൽ ആ അമ്പലം നയിക്കാൻ നിയുക്തനായിരുന്ന മനുഷ്യൻ ആരോപണ വിധേയനായി മാറി നിൽക്കേണ്ട സാഹചര്യം വന്നിരിക്കുകയാണ്. ഇത് രേഖപ്പെടുത്തിക്കൊണ്ട് എന്താണ് കെ ടി കുഞ്ഞിക്കണ്ണൻ താങ്കളുടെ നിരീക്ഷണങ്ങളായി ഇപ്പോൾ അവതരിപ്പിക്കുക? കെ ടി. ഒന്നാമത്തെ പ്രശ്നം, അയോധ്യ നമ്മുടെ ഒരു അറിവിൽ ഇപ്പോൾ രാമക്ഷേത്രം ഉണ്ടെന്ന് പറയുന്ന സ്ഥലം ഒരു ക്ഷേത്രമുള്ള സ്ഥലമായിരുന്നില്ല, അതൊരു തീർത്ഥാടന കേന്ദ്രവുമായിരുന്നില്ല. അത് നമ്മുടെ ചരിത്രത്തിലെ 400 ചില്ലാനം വർഷക്കാലം മുസ്ലിങ്ങൾ ആരാധിച്ചു പോകുന്ന ഒരു പള്ളി പൊളിച്ച് ആ പള്ളി നിലനിന്ന സ്ഥലം സിവിൽ നിയമങ്ങളനുസരിച്ച്, രേഖകളനുസരിച്ച് ഒരിക്കലും അത് ശ്രീരാമക്ഷേത്രം ഉണ്ടാക്കാവുന്നൊരു സ്ഥലമായിരുന്നില്ല. പക്ഷേ രഞ്ജൻ ഗൊഗോയിയുടെ ബെഞ്ച് അങ്ങേയറ്റം അനീതികരമായി എഴുതിയുണ്ടാക്കിയ ഒരു വിധിയാണത്. ആ വിധി RSSൻ്റെ അജണ്ടയെ സേവിക്കുന്ന വിധിയായിരുന്നു. സുന്നി വഖഫ് ബോർഡിൻ്റെ ഉടമസ്ഥയിലുള്ള 2.7 ഏക്കർ സ്ഥലം അത് സുന്നി വഖഫ് ബോർഡിൻ്റെതാണെങ്കിലും മുസ്ലിങ്ങളുടേതാണെങ്കിലും, പക്ഷേ ഹിന്ദുക്കൾ വിശ്വസിക്കുന്നത് അവിടെയാണ് രാമൻ ജനിച്ചത്. അതുകൊണ്ട് വിശ്വാസത്തെ മുൻനിർത്തിയിട്ടുള്ള അങ്ങേയറ്റം ജുഡീഷ്യൽ ജസ്റ്റിസിന് നിരക്കാത്ത ഒരു വിധിയായിരുന്നു ആ വിധി. ആ വിധിയുടെ ബലത്തിലാണ് നരേന്ദ്രമോദി തന്നെ, പ്രൈം മിനിസ്റ്റർ ഹൗസ് തന്നെ മുൻകൈയെടുത്തുകൊണ്ട് ചമ്പത് റായിയുടെ നേതൃത്വത്തിൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന വിവാദപരമായ ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ട്രസ്റ്റ് ഉണ്ടാക്കിയത്. ആ ട്രസ്റ്റ് ഒരു കൊള്ള സംഘമായിരുന്നു. ആ ട്രസ്റ്റിലെ പ്രമുഖരെ നോക്കൂ നിങ്ങൾ. ഈ അനിൽ മിശ്ര, ആരാണ് അദ്ദേഹം? അദ്ദേഹം എങ്ങനെയാണ് ഈ ട്രസ്റ്റിലേക്ക് വന്നത്? അതേപോലെ തന്നെ ഗോപാൽ റാവു, ഇങ്ങ് കർണാടകക്കാരനാണ്. RSSൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള മിസ്റ്റർ ദത്താത്രേയ ഹോസ്പലയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനാണ് ഈ ഗോപാൽ റാവു. ഇവരെല്ലാം ചേർന്നുകൊണ്ടാണ് അയോധ്യ ക്ഷേത്ര നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്തത്. അവിടെ കാണിക്കയായി സംഭാവനയായി കിട്ടിയ സ്വർണവും വെള്ളിക്കട്ടികളും തട്ടിയെടുത്ത കാര്യമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. പക്ഷേ അതിലും അപ്പുറത്ത് ഈ ക്ഷേത്ര നിർമ്മിതി തന്നെ വലിയൊരു കുംഭകോണമായിരുന്നു. അതിൻ്റെ മെറ്റീരിയൽസ് വാങ്ങിക്കൽ, ഭൂമി വാങ്ങിക്കൽ, ഇതിലെല്ലാം വലിയ അഴിമതി നടന്നതായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ RSSന് ഭക്തരല്ല, രാമൻ്റെ അനുയായികളല്ല, വിശ്വാസികളല്ല, ഭക്തർക്കും വിശ്വാസികൾക്കും വേണ്ടല്ല, ഒരു സംഘം പണമോഹികളായ അവരുടെ ധനസമ്പാദനത്തിന് വേണ്ടിയുള്ള ഒരു മാർഗമാക്കി ഇന്ത്യയെ വർഗീയവൽക്കരിച്ച ലിബറാൻ കമ്മീഷൻ അതിൽ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ വർഗീയ വിഭജനത്തിൻ്റെ രക്തമൊഴുകുന്ന തീരങ്ങളിലേക്ക് നമ്മുടെ മഹാരാജ്യത്തെ തള്ളിയിട്ട ബാബറി മസ്ജിദ് നിലനിന്ന സ്ഥലത്ത് രാമക്ഷേത്രമുണ്ടാക്കി ഈ ക്രിമിനൽ സംഘത്തിന്, ഈ കൊള്ള സംഘത്തിന് ഭക്തർ വിശ്വാസികൾ സമർപ്പിക്കുന്ന ഈ സംഭാവനകളെ, സ്വർണം, വെള്ളി, എന്താണ് രാമചരിതമാനസത്തിൻ്റെ 10,000 ചില്ലാനം ശ്ലോകങ്ങൾ ചെമ്പിൽ മരതക്കല്ല് വെച്ച് മുദ്ര ചെയ്ത് സ്വർണം പൂശിയ രാമചരിതമാനസമടക്കം ഈ കൊള്ളസംഘം കവർന്നെടുത്തു എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. അത് സംഭാവന ചെയ്ത ആൾ നിസ്സാരനല്ല, നമ്മളത് മനസ്സിലാക്കണം. സെൻട്രൽ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന S ലക്ഷ്മണനാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ പരസ്യമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വലിയൊരു കൊള്ളസംഘമായിട്ട് ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും മറ പിടിച്ച് RSSൻ്റെ നേതാക്കൾ, ഈ ചമ്പത് റായി ആജീവനാന്ത പ്രചാരക്കാണ്, RSSൻ്റെ പ്രചാരകനാണ്. ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ട്രസ്റ്റിൻ്റെ മേധാവി അദ്ദേഹം വരുന്നതിനുള്ള ക്വാളിഫിക്കേഷൻ എന്താണ്? ആ ക്വാളിഫിക്കേഷൻ അയാൾ RSSൻ്റെ ആജീവനാന്ത പ്രചാരക്കാണെന്നാണ്. ഈ അനിൽ മിശ്ര ആരാണ്? ഗോപാൽ റാവു ആരാണ്? ഇവരെല്ലാം RSSൻ്റെ നേതാക്കളാണ്. എന്നു മാത്രമല്ല, സിവിൽ സർവീസിൽ ഉന്നത പദവി വഹിക്കുകയും കല്യാൺ സിംഗ് അയോധ്യ ഇവിടെ UP മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അയാളുടെ സെക്രട്ടറി ആയിരിക്കുകയും ചെയ്ത ഒരു നൃപേന്ദ്ര മിശ്രയെക്കുറിച്ച് ഇപ്പോൾ വലിയ പ്രശ്നങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുക. ഈ നൃപേന്ദ്ര മിശ്ര ആരാണ്? ബാബറി മസ്ജിദിലെ തകർച്ച ഉൾപ്പെടെയുള്ള UP അപരാധപൂർണമായ സംഭവങ്ങൾ നടക്കുന്ന കാലത്ത് ഈ കല്യാൺ സിംഗിൻ്റെ സെക്രട്ടറി ആയിരുന്ന ഈ നൃപേന്ദ്ര മിശ്ര CIA ബന്ധമുള്ള ആളായിരുന്നു എന്ന് സെൻട്രൽ ഇന്റലിജൻസ് വിഭാഗം തന്നെ
അദ്ദേഹത്തിനെതിരായിട്ട് അന്വേഷണം കൊണ്ടുവന്നു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കല്യാൺ സിംഗിൻ്റെ സെക്രട്ടറി സ്ഥാനത്ത് അദ്ദേഹം മാറ്റേണ്ടി വന്നു. അദ്ദേഹം പിന്നീട് കേന്ദ്രത്തിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയോഗിക്കപ്പെടുകയാണ്. അപ്പോൾ വലിയൊരു ഗൂഢാലോചനാ സംഘം ഈ ബാബറി മസ്ജിദ് വിവാദമാകുന്നതും തർക്കപ്രശ്നമാക്കി അതിനെ തകർക്കുന്ന RSSൻ്റെ ക്യാമ്പയിനുകൾക്ക്, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വർഗീയത എല്ലാ മേഖലകളിലും കുത്തിയിളക്കുന്ന ക്യാമ്പയിനുകൾക്ക് പിറകിൽ ആരായിരുന്നു? വൻകിട ആഗോള മുതലാളിത്ത ശക്തികളായിരുന്നു എന്ന കാര്യം വരെ പുറത്തു വന്നതാണ്. കാർണഗി എൻഡോവ്മെൻറ്റ് ഫോർ ഇൻ്റർനാഷണൽ പീസ്, BJPയുടെ അയൺമാൻ ആയിരുന്നല്ലോ ലാൽകൃഷ്ണ അദ്വാനി. ആ ലാൽകൃഷ്ണ അദ്വാനി ബാബറി മസ്ജിദ് തകർക്കാനാവശ്യമായ ബാബറി മസ്ജിദിനെ കേന്ദ്രീകരിച്ചുള്ള സമുദായ ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള ക്യാമ്പയിനുകൾ ആരംഭിക്കുന്ന ഓരോ സന്ദർഭത്തിലും വാഷിങ്ടണിൽ ചെന്ന് ഈ കാർണഗി എൻഡോവ്മെൻറ്റ് ഫോർ ഇൻ്റർനാഷണൽ പീസിൻ്റെ പ്രമുഖരുമായിട്ട് ക്ലോസ്ഡ് ഡോർ ചർച്ച നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം അക്കാലത്തെ മാധ്യമങ്ങൾ പല ഘട്ടങ്ങളായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും ബാബറി മസ്ജിദിൻ്റെ ചരിത്രവും അതിൻ്റെ തകർച്ചയുമായി ബന്ധപ്പെട്ട ക്രൂരമായ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് NBCയോട് എനിക്ക് പറയാനുള്ളത്, ഇത് നിസ്സാരമായ ഒരു കാര്യമല്ല. നമ്മുടെ രാജ്യത്തെ അസ്ഥിരീകരിച്ച ഇന്നത്തെ രീതിയിൽ വർഗീയ ധ്രുവീകരണത്തിൻ്റെതായ ഒരു ഹിന്ദുത്വ പൊതുബോധമുണ്ടാക്കുന്നതിന് വളരെ ആസൂത്രിതമായി നടന്ന ഒരു കുറ്റകൃത്യമാണ് രാമജന്മഭൂമി എന്ന് പറയുന്ന സ്ഥലത്ത്, ബാബറി മസ്ജിദ് നിലനിന്ന സ്ഥലത്ത് അവിടെ തകർത്ത് രാമക്ഷേത്രമുണ്ടാക്കിയപ്പോൾ വിശ്വാസികൾ അവരുടെ ഭക്തി കൊണ്ടും വിശ്വാസം കൊണ്ടും നൽകുന്ന സമർപ്പണം, സംഭാവനകൾ, കാണിക്കകൾ, അത് കൊള്ളയടിക്കുന്ന സംഭവങ്ങൾ. അതിനെക്കുറിച്ച് ഇവിടെ മിഥുൻ പല ചർച്ചകളിലും എനിക്ക് സൗഹാർദ്ദമുള്ള ഒരാളാണ്, ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ധാരണ. അദ്ദേഹം ഇവിടെ എന്താണ് റൈറ്റ് വിങ് ആയിട്ടുള്ള ഒരു ഐഡിയോളജിയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ഇന്ത്യയിൽ റൈറ്റ് വിങ് ഐഡിയോളജിയുടെ മൂർത്തവും ഹിംസാത്മകവുമായ രൂപം ഹിന്ദുത്വമാണ്. ആ ഹിന്ദുത്വത്തിൻ്റെ രാഷ്ട്രീയ പ്രയോഗത്തിൻ്റെ മണ്ഡലമാണ് BJP. ആ റൈറ്റ് വിങ് ഐഡിയോളജിയുടെ രാഷ്ട്രീയ പ്രയോഗത്തിൻ്റെ ഒരു ഭൗതിക രൂപമായിട്ടുള്ള BJPയുടെ ആൾ വരേണ്ട, മിഥുൻ വന്നാൽ മതി. മിഥുന് തന്നെ അത് വിശദീകരിക്കാവുന്നതാണ്. ഈ രാമായണത്തിലെ മായാരാക്ഷസന്മാരെ പോലെ യുദ്ധം ചെയ്യുന്നവരാണ് RSSകാരെന്ന് പറയും. അവരെ നമ്മൾ എന്ത് പറയുമ്പോൾ ഞങ്ങൾ നിരീക്ഷകരാണ്, ഞങ്ങൾ സ്വതന്ത്രരാണ്, ഞങ്ങൾ റൈറ്റ് വിങ് ഐഡിയോളജിയിലാണ്, BJP ആയിട്ട് യാതൊരു ബന്ധവുമില്ല, RSS ആയിട്ട് യാതൊരു ബന്ധവുമില്ല, അവരെ പിടിക്കാൻ കിട്ടില്ല നമുക്ക്. അതുകൊണ്ട് പിടിതരണം ഇതിനെ, കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയണം. നിങ്ങളുടെ റൈറ്റ് വിങ് ഐഡിയോളജിയുടെ ഇന്ത്യയിലെ ഇംപ്ലിമെൻറ്റേഷൻ്റെ രാഷ്ട്രീയ രൂപമാണ് നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര സർക്കാർ. ആ കേന്ദ്ര സർക്കാർ മുൻകൈയെടുത്ത് റിക്രൂട്ട് ചെയ്ത് നിയോഗിച്ചിട്ടുള്ള, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒന്നാണ് ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ട്രസ്റ്റ്. ആ ട്രസ്റ്റിനെതിരായിട്ടാണ് ഇപ്പോൾ ആരോപണങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നിരീക്ഷകൻ്റെ വേഷത്തിൽ വന്ന്, ഈ മായാരാക്ഷസന്മാർ പല രീതിയിൽ പ്രത്യക്ഷപ്പെടുമല്ലോ, ഒരു നിരീക്ഷകൻ്റെ വേഷത്തിൽ വന്ന് ധർമ്മത്തോട് ഈ അനീതികരമായ സംഭവങ്ങളെ മറച്ചു പിടിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ വേഷമടിച്ചു വെച്ച് സ്വതന്ത്രമായിട്ട് ഈ RSSന് വേണ്ടി, BJPക്ക് വേണ്ടി സംസാരിക്കാൻ, ജനങ്ങളോട് കാര്യങ്ങൾ പറയാൻ ബാധ്യസ്ഥനാണ് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഓക്കെ